നമസ്കാരം ഗായ്സ്. ഇന്നലത്തെ എപ്പിസോഡും ലൈവും സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഷാനവാസിന്റെ പ്രാങ്ക് അത് ആസ് യൂഷ്വൽ എല്ലാ ടാസ്കും പുള്ളി ചളാക്കുന്ന പോലെ ഇത് ചളാക്കിയില്ല, നന്നായിട്ട് ചെയ്തു. ഷാനവാസിന്റെ ബിഗ് ബോസ് ക്രിയേറ്റേഴ്സിന്റെ ഐഡിയ, ഷാനവാസിനെ സെലക്ട് ചെയ്തത് അടിപൊളി. ആൻഡ് ഇത് ത്രൂ അവിടെയുള്ള പല ആളുകളുടെയും തനിനിറം പുറത്തോട്ട് ഇൻഡയറക്ട്ലി കൊണ്ടുവരാൻ പറ്റി. കാരണം അതിലെ പുറത്താക്കുന്ന സിറ്റുവേഷൻ അത് ഷാനവാസ് വെൽ ഡൺ ആയിട്ട് ചെയ്തു, ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് യുനോ അതൊരു ഒറിജിനൽ മിഡ് വീക്ക് എവിക്ഷൻ ആണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അതിന് ടൈം എടുത്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുകയും ലൈക്ക് അത് നല്ല രീതിയിൽ തന്നെ അത് ശരിക്കും പോയിന്റ് ഔട്ട് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ പോവാൻ നേരത്ത് ഷേക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ ഷേക്ക് ഹാൻഡ് വാങ്ങിച്ചില്ല. പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് മൊത്തത്തിലെല്ലാം ഒരു സക്സസ് സംഭവം തന്നെയായിരുന്നു. അത് നല്ല രീതിയിൽ ചെയ്തു. അതിലെ ഞാനിവിടെ കുറ്റം പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് എവിക്റ്റ് ആവാന്ന് പറഞ്ഞാൽ സങ്കടമുള്ള കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അത് ഒരു ബ്രദർലി ഫീൽ ഉണ്ടായിരുന്നു, ഒരു ഫാദർലി ഫീൽ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി എന്നുള്ള രീതിയിൽ. അപ്പം ഏതൊരു മനുഷ്യനാണെങ്കിലും പെട്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിലൊരു സംഭവമാണ് വരിക. അപ്പം അതുകൊണ്ട് അതിനകത്ത് നമുക്ക് ആദിലയുടെ ഭാഗത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആദില പുറത്താവണം എന്ന് ആഗ്രഹിച്ച പല ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം നെവിനും മറ്റേ ആര്യനൊക്കെ ഭയങ്കര ഓവറായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കളിച്ച് തിരിച്ചു. കാരണം അവരല്ലല്ലോ പുറത്ത് പോകണേ, ഇവരാണല്ലോ പുറത്ത് പോകണേ എന്നുള്ള രീതിയിൽ ഒരാൾ പോകുന്നതിന്റെ ഒരു സന്തോഷം അവിടെ ഭയങ്കരമായിട്ട് പ്രകടമായി. അതേപോലെ തന്നെ നൂറാണെങ്കിലും പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അവരവരുടെ കളി നന്നായിട്ട് കളിച്ചു, ഞാൻ കരയത്തില്ല, ബോൾഡായിട്ട് നിൽക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള അവരുടെ ഒരു ഹഗ്, ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും അവർ രണ്ടുപേരും ഹഗ് ചെയ്ത് അതിലൂടെ മുഖത്ത് ഉണ്ടായിരുന്നു. അതാ കാണിച്ച് ശരിയായില്ലല്ലോ, പറഞ്ഞത് ശരിയായില്ലല്ലോ, മെയിൽ ഷോവനിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. ഷാനവാസ് നല്ല രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്തു, നല്ല രീതിയിൽ നന്നായിട്ടത് സെറ്റ് ചെയ്ത് വെച്ചു. അതിൽ അക്ബറിന് മാത്രമാണ് ഈ കാര്യം അറിയാവുന്നത്, ബാക്കി ആർക്കും അറിയില്ലായിരുന്നു. ഇൻ കേസ് ബാക്കി എല്ലാവരോടും ഇത് പ്രാങ്ക് ആണ് കേട്ടോ എന്ന് പറഞ്ഞ് ചെയ്തിരുന്നെങ്കിൽ ഈ സാധനം അവിടെ പൊളിച്ചേനെ. പ്രത്യേകിച്ച് അതിന്റെ ഇടയിൽ അനീഷ് വന്നിട്ട് ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ല. അതെങ്ങനെ പറയാൻ പറ്റും, ഇത് ഗെയിം അല്ലേ. അപ്പൊ അതിനകത്ത് അത് പ്രാങ്ക് ആയിട്ട് കൊണ്ട് നടക്കണം എന്ന് പറയുമ്പോൾ അനീഷിന്റെ അടുത്ത് മാത്രം വന്നിട്ട് ഇത് പ്രാങ്ക് ആണ് കേട്ടോ. അപ്പൊ അനീഷിന് അവിടെ ഒരു കുത്തിത്തിരിപ്പ്, എന്നെ സെലക്ട് ചെയ്യാതെ അല്ലെങ്കിൽ എന്നെ മണ്ടനാക്കിയില്ലേ, ഞാനൊരു റീസൺ അന്വേഷിച്ച് നടക്കുകയായിരുന്നു, എന്ത് പറയണം എന്നറിയാതെ, അതായത് അതിലെ പുറത്താക്കാൻ എന്ത് റീസൺ പറയുന്ന അറിയാതെ ഇരിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഷാനവാസ് ആ ഒരു സംഭവം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. അതിന് എനിക്ക് തോന്നുന്നു ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുള്ളത്. അതിന്റെ ഒപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവിടെ ഈവൻ ചിലപ്പോൾ ലാലേട്ടൻ വരുമ്പോൾ ഈ സീൻസ് ഒക്കെ കാണിക്കുമായിരിക്കും. അപ്പം അതിലേക്കും മനസ്സിലാവും അതിലെ പുറത്താവണമെന്ന് അവിടെ എത്ര പേര് ഇൻഡയറക്ട്ലി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഷാനവാസിനെ അവരെ സെലക്ട് ചെയ്തും ഷാനവാസ് അതിലെ സെലക്ട് ചെയ്തതൊക്കെ വെൽ ബ്രെയിൻ ഗെയിം തന്നെയാണ്. ആ ഒരു പ്രാങ്ക് നല്ല രീതിയിൽ വർക്കൗട്ടായി അവിടെ.